നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 320 320. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. ഇന്ന് 37-ാമത്തെ ശ്ലോകം. പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേര്യോ അന്തർധാവതി ജന്തുഷു. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഭക്തിയോഗത്തിൻ്റെ 4 വിധമായ സ്വരൂപത്തെയും, ഭക്തി യോഗത്തിനത്ര 4 വിധമായ സ്വരൂപത്തെയും യാതൊരുവൻ ജന്തുക്കളിൽ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്നുവോ, ജന്തുക്കളിൽ ഉള്ളിൽ കൂടെ അന്തര്യാമിയായിട്ട് അസ്പഷ്ടമായിരിക്കുന്ന ചേഷ്ടയോടുകൂടി, സ്പഷ്ടമല്ലാത്തത് കാലത്തിൻ്റെയും സ്വരൂപത്തെ അവിടുത്തോട് വേണ്ടതുപോലെ ഞാൻ പറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞു എന്നാണ് ദേവഹൂതിയോട് മകൻ പറഞ്ഞു അല്ലേ, കപില മഹർഷി പറഞ്ഞു. അതെന്താ എന്നാ പറഞ്ഞത്? സകാമം നിഷ്കാമം, സഗുണം നിർഗുണം, ഇങ്ങനെ 4 സകാമം ആഗ്രഹിച്ചിട്ട്, അതിന് ഓപ്പോസിറ്റ് നിഷ്കാമം, ഒന്നും ആഗ്രഹിക്കാതെ. സഗുണം, അതിന് ഓപ്പോസിറ്റ് നിർഗുണം. നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതെന്നല്ല, ഗുണങ്ങൾക്ക് മേലെ, എബവ് ആൾ എന്ന് പറയാം. എന്ന ഭേദത്താൽ 4 വിധത്തിലിരിക്കുന്ന, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 വിധത്തിലിരിക്കുന്ന ഭക്തിയോഗത്തിൻ്റെയും സകല ചരാചരങ്ങളുടെയും അന്തർഭാഗത്തിൽ പ്രവേശിച്ച് അസ്പഷ്ടമായ ചേഷ്ടയോടുകൂടിയ കാലത്തിൻ്റെയും സ്വരൂപത്തെ ഞാൻ അവിടത്തോട് വേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനഫ്, ധാരാളം പറഞ്ഞു. ഇനി 38-ാമത്തെ ശ്ലോകം. ജീവസ്യ സംസൃതിർ ബഹ്യു വീരവിദ്യാ കർമ്മ നിർമ്മിതാം. ജീവസ്യ സംസൃതിർ ബഹ്യു വീരവിദ്യാ കർമ്മ നിർമ്മിതാ. യാ അസ്വംഗ പ്രവശ്യന്നാത്മാ ന വേദഗതിം ആത്മനാ ന ഗതിം ആത്മനാ. പൂജ്യേ, പൂജിക്കപ്പെടേണ്ടവളെ എന്നർത്ഥം. അമ്മ പൂജിക്കപ്പെടേണ്ടവളാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം, ഇന്ന് ഞാൻ ഒരു യൂട്യൂബിലാണോ വാട്സപ്പിലാണോ അറിയില്ല, സംവേർ ഇൻ തിരൂർ, അടുത്ത് തിരൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെന്ന് വിചാരിക്കുക, പഴയൊരു തറവാട്ടുകാർ, കേമന്മാർ, അവരുടെ വീട് പുതുതായി തറവാട് സ്റ്റൈലിൽ പണിയെടുത്തിട്ടുണ്ട്. AC ഒക്കെ ഉണ്ട്, വലിയ മുട്ടം വീട്, 6-7 റൂമൊക്കെ ഉണ്ട് കണ്ടാൽ തന്നെ. അപ്പോൾ അതിലൊരു മകനും ഒരു അമ്മയായിട്ടുള്ള ബന്ധം. അമ്മയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് മകൻ. ഒടുക്കം കാലം കേസ് കളക്ടറേറ്റിലെത്തി. കളക്ടർ പറഞ്ഞു, ഇനി അമ്മയെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നു പറഞ്ഞു. പിന്നെയും ഉപദ്രവം തുടർന്നു. അമ്മ കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് ഡിഗ്രി വാങ്ങി മകനോട് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഞാൻ അതിൽ ഒരു കമൻ്റ് എഴുതി, മാതൃദേവോ ഭവ എന്ന ഭാരതീയ ദർശനത്തിൻ്റെ വില മനസ്സിലാക്കാത്ത ഒരു മകൻ. ഞാൻ അത്രേ പറയുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അവിടെയാണ് പ്രശ്നം.
അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അച്ഛനില്ല എന്നും ആൺമക്കൾ അല്ല വേറെ പെൺമക്കളില്ല എന്നൊക്കെ മനസ്സിലായി ആ കഥയിൽ നിന്ന്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, മക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, അച്ഛനെയും അമ്മയെയും നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്കത് വളരെ വിഷമം തോന്നിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ 12-13 വയസ്സുള്ളപ്പോൾ എന്തോ ചെറിയ ഒരു പെശക എൻ്റെ കയ്യിൽ നിന്ന് പറ്റി. അമ്മയോട് എന്തോ ഞാൻ തർക്കുത്തരം പറയുണ്ടായി. അന്ന് എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് ഒരു ഉപദേശം പറയുണ്ടായി. എന്താ ഉപദേശം? പകൽ സമയത്ത് അമ്മ പറയുകയാണ് രാത്രി 12 മണിയാണെന്ന് പറഞ്ഞാൽ, അല്ല അമ്മയെന്ന് തിരുത്താൻ പോകരുത്. യു ആർ നോട്ട് അറ്റ് ആൾ എലിജിബിൾ ഫോർ ദാറ്റ്. അമ്മയെ തിരുത്താൻ മകൻ എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അത് ഈ കപിലോപാഖ്യാനത്തിൽ വളരെയധികം സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ശ്ലോകത്തിലും അമ്മയെ അഭിസംബോധന ചെയ്യണത് പൂജ്യമായിട്ടുള്ളവളെ, പൂജനീയമായിട്ടുള്ളവളെ, അല്ലേ, ഭാമിനി എന്നൊക്കെ പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ളവളെ എന്നർത്ഥം പറയാം. ഇങ്ങനെ ഓരോ ശ്ലോകത്തിലും അമ്മയെ കാണുന്നൊരു രീതി, അതാണ് പറയാൻ കാരണം. അപ്പോൾ അംഗ എന്ന് പറഞ്ഞാൽ പൂജയെ അപ്പോൾ പറഞ്ഞു, യാതൊന്നുകളിൽ പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ്, അതായത് ശരീരത്തിൽ ഹൃദയത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. ആത്മാവിൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ലയോ? ശരീരം ആത്മാവിൻ്റെ അറിയുന്നില്ലയോ? അഭിമാന നിമിത്തമുള്ള കർമ്മങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ജീവൻ്റെ ബഹുവിധങ്ങളായ ഗതിഭേദങ്ങളെയും പറഞ്ഞു. എന്തുകൊണ്ട് അറിയുന്നില്ല? ജീവൻ്റെ ബഹുവിധങ്ങളായിട്ടുള്ള അറിവില്ലായ്മ. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. അജ്ഞാനം നിമിത്തം, അറിവില്ലായ്മ നിമിത്തം ദേഹേന്ദ്രിയാദികളിൽ അഭിമാനത്തോടുകൂടെ നടത്തുന്ന കർമ്മങ്ങളുടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം സദാ ജനിച്ച ദിവസം മുതൽക്ക് ഈ ശരീരം വളർന്ന് കുറേ കഴിഞ്ഞാൽ തളർന്ന് നശിക്കണ വരെ തളർച്ചയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യണത്. ഞാൻ ആ പ്രായത്തിലും ഇത് ചെയ്തു, ആ പ്രായത്തിൽ അത് ചെയ്തു, ഇതും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. നരച്ച മുടീനെ ഇല്ലാതെ കണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. നര വരുമ്പോൾ ശരീരത്തിലെ ത്വക്കിൻ്റെ ചുളികളില്ലാതെ കണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. പല്ലുകളുടെ വിടവ് നികത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. പുരികങ്ങളൊക്കെ വെളുക്കണു, മീശയൊക്കെ വെളുത്തു, തലമുടിയൊക്കെ വെളുത്തു. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വിചാരിച്ചാൽ കുറേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നല്ലാതെ കണ്ട് അതിനൊന്നും എതിരില്ല. അപ്പം നമ്മുടേന്ന് പറയാൻ ഒന്നുമില്ല. നമ്മുടേന്ന് പറയാൻ ആത്മാവാണ് നമ്മുടെ മിത്രമായിട്ടിരിക്കേണ്ടത്. അല്ലാണ്ട് കള്ളുകുടിക്കാരനും ചൂതുകളിക്കാരനും അല്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. അവിടെ നമ്മൾ കുറേയൊക്കെ ആൾക്കാർ ഭാഗവതം പഠിച്ചു, പക്ഷേ നമ്മൾ കുചേലൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു അപരാധം ചെയ്ത മാതിരി തോന്നുക. പക്ഷെ ഭാഗവതത്തിന് അവിൽക്കിഴി വയ്ക്കുമ്പോൾ നമ്മൾ മാത്രം കുചേലനെ ബഹുമാനിക്കുന്നുണ്ട്. അതാണോ സത്യം? അല്ല. കുചേലൻ്റെ ഭക്തിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അല്ലാണ്ട് കുചേലനെ പോലെ ധനാഢ്യനാവാൻ വേണ്ടിയിട്ട് അവിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല. കുചേലൻ എങ്ങനെ ജീവിച്ചു? അതുകൊണ്ട് അഭിമാനത്തോടുകൂടെ നടത്തുന്ന കർമ്മങ്ങളുടെ ഫലഭൂതങ്ങളായിട്ട് ജീവാത്മാവിന് അനുഭവപ്പാൻ ഇടവരുന്ന ബഹുവിധങ്ങളായ സ്വർഗ നരകാദി ലോകങ്ങളെയും സ്വർഗ നരകാദി ലോകങ്ങളെയും അവിടെയുള്ള സുഖദുഃഖ ഭോഗങ്ങളെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ലോകങ്ങളിൽ ദേവമനുഷ്യാദി ഭാവങ്ങളെ, ദേവന്മാരുടെ മനുഷ്യാദി അഭിമാനിക്കുന്ന ജീവാത്മാവ് തൻ്റെ പരമാർത്ഥമായിരിക്കുന്ന സച്ചിദാനന്ദഭാവത്തെ, പരമാർത്ഥമായിരിക്കുന്ന രൂപം എന്താ? അവരവരുടെ പരമാർത്ഥമായിരിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപ. അത് അറിയാതെ കൊണ്ട് പോകുന്നത് കയ്യിലുള്ള അബദ്ധങ്ങൾ കാരണങ്ങളാണ്.
അപ്പോൾ സുഖി ദുഃഖി എന്നുള്ള ഭാവം നിമിത്തം ജന്മമരണാതിരൂപമായ ബന്ധത്തെ അനുഭവിക്കുന്നു. അതിന് ഈശ്വരനെ കുറ്റം പറയരുത്. ഇനി 39ഉം 40ഉം 2 ശ്ലോകങ്ങളൊപ്പം പോവും. നൈതൽ ഖലായോപദിശേന്ന വിനീതായ ഗർഹചിത് നസ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച ന ലോലുപായോപദിശേന്ന ഗൃഹാരൂഢചേതസേ ന അഭക്തായ ച മേ ജാതു ന മദ്ഭക്ത വിഷാം അബി. ഇതങ്ങനെ 2 ശ്ലോകങ്ങളാണ്. ഇതിനെ ദുഷ്ടനും വിനയമില്ലാത്തവനും ഗർവിഷ്ഠനും ധർമ്മിഷ്ഠനാണെന്ന് നടിക്കുന്നവനും വിഷയത്തിൽ ആഗ്രഹം അധികരിച്ചവനും ഗൃഹങ്ങളിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനും എന്നിൽ ഭക്തനല്ലാത്തവനും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഉപദേശിക്കരുത്. ഭഗവാൻ പറയുന്നു, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എന്നെ ബഹുമാനിക്കാൻ അറിയാത്ത ആൾക്കാരോട് എൻ്റെ ശ്രേഷ്ഠമായ ഗുണങ്ങളെപ്പറ്റി പറയരുത്. അതായത് ഭാഗവതം ഉപദേശിക്കരുത് എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത്, സെമറ്റിക് മതങ്ങളെ പോലെ വലിയ വലിയ ഹാളിൽ മൈതാനത്ത് ഒന്നും മയക്ക വെച്ച് പറയേണ്ടതല്ല. അത് ബിറ്റ്വീൻ ഗുരു ആൻഡ് ശിഷ്യ, അറിവുള്ളവരോട് അറിവില്ലാത്തവൻ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന. ആ ഘടനയെ അന്യതാകരിക്കാൻ നമ്മളെ കൊണ്ട് നമുക്ക് അധികാരമില്ല. പിന്നെ ഇത് പ്രശ്നോത്തരിയിൽ വരുത്തേണ്ടതല്ല. ആര് എവിടെയായിരുന്നു, എന്തായിരുന്നു, ഇതൊന്നും പ്രശ്നോത്തരല്ല. ജ്ഞാനം ആണ് ഇതിൻ്റെ ഉദ്ദേശം. അത് വരുമ്പോൾ നമുക്ക് വിനയാണ് വേണ്ടത്, മത്സരബുദ്ധിയല്ല വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, ആ 2 ശ്ലോകത്തിൻ്റെയും അർത്ഥം പറഞ്ഞു. എന്നെ ദ്വേഷിക്കുന്നവർക്ക് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഈ സാഖ്യാശാസ്ത്രം കേൾപ്പാൻ അധികാരികളല്ലാത്തവരെ പറയുന്നു. സർവശാസ്ത്രസാരമായിരിക്കുന്ന ഇതിനെ, ഈ ഭാഗവതം എന്താ, അല്ലെങ്കിൽ കപിലോപാഖ്യാനം എന്താ, സർവശാസ്ത്രസാരെന്ന എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ഫലം കിട്ടും കപിലോപദേശം കേട്ടാൽ. അപ്പോൾ സർവശാസ്ത്രസാരമായിരിക്കുന്ന ഇതിനെ ഗ്രഹിപ്പാനുള്ള യോഗ്യത താഴെ പറയുന്നവരിൽ പ്രകാശിക്കാത്തത് കൊണ്ട് അവർക്ക് ഉപദേശിക്കാതിരിക്കണമെന്ന് സാരം. അതായത് യോഗ്യതയുള്ളവരോട് പറയാം, യോഗ്യത ഇല്ലാത്തവരോട് പറയരുത്. താഴെ പറയുന്നവരിൽ പ്രകാശിക്കാത്തത് കൊണ്ട്, അതാണ് ആരിൽ ഈശ്വരീയത പ്രകാശിക്കുന്നില്ല അവർക്ക് ഉപദേശിക്കരുത്. പരദ്രോഹത്തിനൊരുങ്ങിയിരിക്കുന്ന ഖലന്മാർക്കും ഗുരുവിനെ നമസ്കരിക്കണമെന്നുള്ള ബഹുമാനം ആന്തരമായി ഇല്ലാത്തവനും പുറത്ത് കാണിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സമനായി ആയിരിക്കുന്നുവെന്നുള്ള തള്ളിച്ചയുള്ളവനും ഭേദഭാവനയുള്ളവനും പരന്മാരെ വഞ്ചിപ്പാനുള്ള ഉപായമായിട്ട് താൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവനും വിഷയഭോഗങ്ങളിൽ അധികം ആഗ്രഹമുള്ളവനും സ്ത്രീ, ധനം, ഗൃഹം എന്നിവയിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനും എന്നിൽ പ്രേമലക്ഷണയായ ഭക്തി ഇല്ലാത്തവനും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഒരിക്കലും ഈ ശാസ്ത്രത്തെ ഉപദേശിക്കരുത്. 607 പേജ്. ഇനി 41ഉം 42ഉം ഒപ്പം പോകും അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ചാം ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ സുജയേ യസ്യാഹം പ്രേയസാം പ്രിയ. ഇനി അതിനർത്ഥം പറയണ്ടേ, മുകളിൽ വിവരിച്ച 9 വിധം
ദോഷമുള്ളവർ അധികാരികളല്ലെന്ന് കാണിച്ച ശേഷം താഴെ വിവരിക്കുന്ന 11 വിധം ഗുണമുള്ളവർ ഉപദേശം ഗ്രഹിപ്പാൻ അധികാരികളാണെന്ന് കാണിക്കുന്നു. പറയുന്നതിനെ വിശ്വസിക്കുന്ന സ്വരൂപത്തോടുകൂടിയ ശ്രദ്ധയും ഉപദേഷ്ടാവിൽ ഭക്തിയും വിനയവും പരഗുണങ്ങളിൽ ദോഷത്തെ ആരോപിക്കുന്നതായ അസൂയ ഇല്ലായ്മയും ഭൂതങ്ങളിൽ മിത്രഭാവവും കേൾക്കുന്നതിൽ പ്രീതിയും ബാഹ്യവിഷയങ്ങളിൽ വിരക്തിയും ആത്മാനുസന്ധാനത്തിൽ സാവധാനമായിരിക്കുന്ന മനസ്സ്. മെല്ലെപ്പോക്ക് നയം അവിടെ നല്ലതാ. സാവധാനം മെല്ലെപ്പോക്ക്. അപ്പോൾ ബാഹ്യവിഷയങ്ങളിൽ വിരക്തിയും ആത്മാനുസന്ധാനത്തിൽ സാവധാനമായിരിക്കുന്ന മനസ്സും. മെല്ലെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വായിച്ച് പഠിക്കണം. പരോത്കർഷത്തിൽ സന്തോഷവും മറ്റുള്ളവരുടെ നേരായ വഴിക്കുള്ള വളർച്ചയിൽ നമുക്ക് സന്തോഷം വേണം. സദാചാരനിഷ്ഠ രൂപമായ ശുദ്ധിയും എന്നിൽ സർവോപരിയായിട്ടുള്ള പ്രേമവും ഉള്ളവനെ ഉപദേശിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 43 യൈദം ശൃണ്വയാദംബ, അവസാനത്തെ ശ്ലോകമാണ്. നയിദം ശൃണുയാദംബ, അമ്മേ ശ്രദ്ധയാ പുരുഷ സകൃത് യോ വ അഭിധത്തെ മച്ചിത്ത സഹേ സഹ ഇതി പദവീം ചമേ. യാതൊരു പുരുഷൻ ശ്രദ്ധയോടുകൂടി ഇതിനെ ഒരിക്കൽ കേൾക്കുമോ, യാതൊരുത്തൻ എന്നിൽ വച്ചിരിക്കുന്ന ചിത്തത്തോടു കൂടിയവനായിട്ട്. നമ്മുടെ ചിത്തം ഭഗവാനിൽ വെക്കണം. ഒരിക്കൽ പറയുന്നുവോ അവനും എൻ്റെ പദവിയെ പ്രാപിക്കും നിശ്ചയം. ഭഗവാനിൽ ലയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞാനതിന്